ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് വീഡിയോ ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെ BTCയിലെ എൻ്റെ അനാലിസിസ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം മാർക്കറ്റിൽ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആദ്യം തന്നെ BTC അനാലിസിസ് വെച്ച് തുടങ്ങാം. നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഒരു സോൺ, ആ സോൺ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ ഈ റേഞ്ച് നമ്മളൊരു സോൺ മാർക്ക് ചെയ്തിരുന്നു. കറക്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോ, ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ സോണിൽ വന്ന് തട്ടി വീണ്ടും ഒരു റീബൗണ്ട് എല്ലാം കന്ന് വീണ്ടും മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ബട്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മുൻപ് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ ഒരു ഏരിയ നമ്മൾ വർക്ക് ചെയ്ത ഈ ഒരു ഏരിയ ഡിമാൻഡ് സോൺ ആയിരുന്നു. കാരണം അവിടെ തെറ്റി മാർക്കറ്റ് മേലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. സോ എന്തായെന്ന് വെച്ചാൽ അത് ബ്രേക്ക് താഴത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ഇനി അവിടെ ചിലപ്പം സപ്ലൈ സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് ബിറ്റ്കോയിൻ ഇപ്പം ഡംപ് ആവും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതൊരു പോസിബിലിറ്റി മാത്രം. നമ്മൾ മുൻപും പറയുന്ന ഒരു പ്രൊബബിലിറ്റിയാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ക്രിപ്റ്റോ എന്ന് പറയുന്നതെല്ലാം. സോ ആ ഒരു പ്രൊബബിലിറ്റി നമുക്കുണ്ട്. സോ ഇവിടെ രീതിയിലൊരു കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയാം. പക്ഷേ അവിടെ എത്തുന്നതിനേക്കാളും മുമ്പ് ചെറിയ രീതിയിലൊരു കറക്ഷൻ എടുത്തിട്ടുണ്ട്. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഈ ഒരു കറക്ഷന് മെയിൻ ആയിട്ടുള്ള കാരണം US ഗവൺമെന്റിൻ്റെ കുറച്ച് BTC ഉണ്ട് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. അതുപോലെ ജർമ്മനി കുറച്ച് ബിറ്റ്കോയിൻ സെല്ല് ചെയ്യാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം റീസെന്റ് ഒരു ന്യൂസ് വന്നത് എന്താ വെച്ചാൽ, ബിറ്റ്കോയിൻ ആദ്യം ഒരു വലിയ രീതിയിലൊരു എമൗണ്ട് ജർമ്മനി മുൻപ് മൂവ് ചെയ്തായിരുന്നു വാലറ്റിൽ. അവരുടെ വാലറ്റിൽ നിന്ന് കുറച്ച് വലിയൊരു എമൗണ്ട് ഓഫ് ബിറ്റ്കോയിൻ ആദ്യം മൂവ് ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫണ്ട് കാരണം, അത് കാരണം തന്നെയാണ് ഒരുപാട് പേര് സെല്ല് നടന്നത്. ഇപ്പം ഒരു കുറച്ച് നേരം മുമ്പ്, ഒരു 1-2 മണിക്കൂർ മുമ്പ് വീണ്ടും ഒരു ന്യൂസ് വന്നിരുന്നു. ജർമ്മനിയുടെ ഈ ഗവൺമെന്റിന്റെ വാലറ്റ് വീണ്ടും ഒരു 344 മില്യൺ വർത്ത് ഓഫ് ബിറ്റ്കോയിൻ OTC ഡെസ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. സോ അത് തീർച്ചയായിട്ടും മാർക്കറ്റിന് ഒരു ഫഡ് ന്യൂസ് പോലെ തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു കറക്ഷൻ നമുക്ക് US ഗവൺമെന്റും ജർമ്മനിയും മൗണ്ട് ഗോക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഈ ഒരു വന്ന ഒരു ചെറിയ കറക്ഷൻ, ഈ ഒരു ജർമ്മനിയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസ് വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ചെറിയ രീതിയിലൊരു കറക്ഷൻ എടുത്തേക്കാം. ഇനിയിപ്പോൾ തിരിച്ചു പോയാലും നിങ്ങൾ ഈ ഒരു ഇനിയിപ്പം ഇവിടുന്ന് ഇപ്പോൾ നല്ല വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ എത്തുമ്പോൾ നിങ്ങളൊന്ന് ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ ഒരു 60,000 എത്തുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ട്രേഡ് എടുക്കാനാണ് ഞാൻ പറയുള്ളൂ. കാരണം നമുക്കറിയില്ല അവിടുന്ന് ഒരു കറക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത്. ചിലപ്പം ഇതൊന്നും ഉണ്ടാവാണ്ട് ബിറ്റ്കോയിൻ ആണ് നല്ല വലിയൊരു പോസിറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ പുഷ്പം പോലെ മറികടന്ന് വലിയ രീതിയിൽ ബ്രേക്ക്ഔട്ട് തരാനും സാധ്യതകളുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മളൊന്ന് നോക്കുക. ഇതിപ്പോൾ ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊരു വീണ്ടും ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യില്ല. കാരണം ഈ ഡിമാൻഡ് സോൺ ഓൺലി പൊളിഞ്ഞു പോയി. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ അനാലിസിസ് പ്രകാരം. സോ ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഈ ജർമ്മനിയുടെ ഈ ഒരു 344 മില്യൻ്റെ വർത്ത് ഓഫ് ബിറ്റ്കോയിൻ അവർ വീണ്ടും ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളൊരു ന്യൂസിലാണ് വന്നത്. അത് ഇപ്പം ക്രാക്കൺ, കോയിൻ ബേസ് എന്ന് പറഞ്ഞാൽ വലിയ ഇതിലേക്കാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. ഇന്നാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും നമുക്ക് കാണുന്നുണ്ട് മാർക്കറ്റിൽ. കാരണം 53-ൽ നിന്നും മെല്ലെ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ഇച്ചിരി വലിയൊരു കറക്ഷൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഇത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒന്നുകൊണ്ട് ഇനി ഇവിടുന്ന് തിരിച്ച് മേലേക്ക് പോകാനും സാധ്യതകളുണ്ട്. അതില്ല എന്നല്ല ഞാൻ പറയണം, പക്ഷെ അത് നമ്മളൊന്ന് കെയർ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒന്നെന്ന് പറയണം, നമ്മൾ ഇങ്ങനെ ഒരു കറക്ഷനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ ഹാവി കഴിഞ്ഞിട്ട് ഏകദേശം 80 ദിവസമായി. സോ 80 ദിവസത്തിൽ 54% ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സും ഇപ്പോഴും ഈ ഒരു കറക്ഷൻ എന്നുള്ളത്, ഇങ്ങനെ ഒരു ചെറിയ കറക്ഷൻ എടുത്ത് നമ്മൾ മാർക്കറ്റ് ക്രാഷ് എന്ന രീതിയിൽ അവർ പറയുന്നില്ല. മാർക്കറ്റ് ഇപ്പോഴും ബുള്ളിഷ് ആണ് എന്നുള്ള രീതിയിലാണ് ഒരു 54% ആൾക്കാരും പറയുന്നതാണ് പറയുന്നത് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റേഴ്സ്. കാരണം നമ്മൾ പറയുമ്പോൾ 73-ൽ നിന്ന് 53-ലേക്ക് വന്നപ്പോൾ ഏകദേശം 20,000-ന്റെ ഡിഫറൻസ് ആണ് പ്രൈസിലുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ക്രാഷ് കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ക്രാഷ് എന്ന് പറയുന്നുണ്ട്. എത്ര പേര് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. പക്ഷെ 54% ഇൻവെസ്റ്റേഴ്സും ബിറ്റ്കോയിൻ ഇൻവെസ്റ്റേഴ്സും ഇതൊരു ക്രാഷ് ആയിട്ടല്ല കാണുന്നത്. ഇപ്പോഴും ബിറ്റ്കോയിൻ ബുള്ളിഷിൽ തന്നെയാണ്. ഒരു ചെറിയ രീതിയിൽ കറക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ എന്നാണ് ഒരു ന്യൂസ് വന്നേക്കുന്നത്. സോ വിച്ച് ഈസ് ഇൻ എ വേ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ എത്തീരിയത്തിനെ കുറിച്ചാണ്. എത്തീരിയം ETF നമുക്കറിയാം, ഞാൻ മുൻപത്തെ അതിന് വീട്ടിൽ പറഞ്ഞിരുന്നു. ഈ ഒരു കറക്ഷൻ കാരണം എത്തീരിയം ETFs വരുമ്പോൾ എത്തീരിയം ETF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഫ്ലോസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിറ്റ്കോയിനിലുള്ള ETF ആൾക്കാർ സെല്ല് ചെയ്യും എന്നുള്ളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. സോ ആ ഒരു ന്യൂസും എല്ലാം കൂടി, ആ ഒരു ന്യൂസ്, മൗണ്ട് ഗോക്സ്, US ഗവൺമെന്റിന്റെ ന്യൂസ്, ജർമ്മനിയുടെ ന്യൂസ്, ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് ഒരു ക്രാഷ് നമ്മൾ കണ്ടത്. ഇപ്പം ഏകദേശം പറയണത് എത്തീരിയം ETF ജൂലൈ 1st വീക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് നീട്ടിയിട്ട് ജൂലൈ 18th അപ്പുറത്തേക്ക് പോവില്ല. അതിന് മുൻപ് തന്നെ ഒരു ട്രേഡ് നടക്കും. എത്തീരിയത്തിലുള്ള ETFs അപ്രൂവൽ ആയിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ന്യൂസ് വരുന്നത്. പല എക്സ്പേർട്സ് പറയുന്നുണ്ട്. ബ്ലൂംബർഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള എറിക് ബലൂൺച് പുള്ളി പറയുന്നത് കറക്റ്റ് ആയിട്ട് ഒരു പ്രഡിക്ഷൻ ഡേറ്റ് പറയുന്നുണ്ട്. അതിനപ്പുറം പോയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ബിറ്റ്വൈസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട്, ബിറ്റ്വൈസിന്റെ എക്സിക്യൂട്ടീവ് പറയുന്നുണ്ട് അധികം സമയം എടുക്കില്ല എന്ന് പറയുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാം കൺഫേംഡ് ആണ്. സോ അത് വരുമ്പം എന്തുകൊണ്ടാണ് ഓഫ് കോഴ്സ് എത്തീരിയത്തിനൊക്കെ ഒരു നല്ല പോസിറ്റീവ് ആണ്. പക്ഷേ ബിറ്റ്കോയിന്റെ കേസിൽ പറയുകയാണെന്ന് വെച്ചാൽ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ഓൾ കോയിൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ മേ ബി വീണ്ടും ഈ ഒരു ജർമ്മനിയുടെ ന്യൂസ്, എത്തീരിയം കൺഫർമേഷൻ ഡേറ്റ്, ഇതൊക്കെ വരുമ്പോൾ ചെറിയ രീതിയിലൊരു കറക്ഷൻ വീണ്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. പിന്നെ ഈ
നമ്മൾ ബിറ്റ്കോയിൻ ഇ ടി എഫ് എന്ന് പറഞ്ഞതിന് ശേഷം അത് ഓക്കെ ആയി. പിന്നെ എത്തീരിയം ഇ ടി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് പറയുന്നത് സൊലാനയുടെ ഇ ടി എഫ് ആണ്. സൊലാന ഇ ടി എഫിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, മീൻസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ചേഞ്ചസ് മീൻസ് VCs സൊലാന ഇ ടി എഫിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇത് അടുത്ത വർഷം മാർച്ചൊക്കെ ആകുമ്പോഴായിരിക്കും ഫൈനലൈസ് ആവുന്നുണ്ടാവുക. പക്ഷേ ഇത് എത്തീരിയത്തിൻ്റെയും ബിറ്റ്കോയിൻ്റെയും ഇ ടി എഫ്സ് അപ്രൂവൽ ആവുന്നത് അത് പ്രശ്നങ്ങളായിരുന്നു. എന്നാലും അത്രയ്ക്ക് സിമ്പിൾ ആവില്ല എന്നാണ് പറയുന്നത്. കാരണം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും സൊലാനയുടെ കേസിൽ ഇ ടി എഫ്സ് അപ്രൂവ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. കാരണം SEC തന്നെ പറയുന്നുണ്ട് ഇത് സൊലാന ഒരു സെക്യൂരിറ്റി ആണ്, സോ ഇത് ക്രിപ്റ്റോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം അങ്ങനെ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ടോക്കണാണ് XRP. സോ അതുപോലെ ഒരു ഇഷ്യൂസ് ഇവർ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്തിട്ട് ഇവർ അതല്ലാന്ന് പ്രൂവ് ചെയ്തിട്ട് സൊലാന ഇ ടി എഫ്സ് അപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈമുണ്ട്. ബട്ട് ഇപ്പോഴത്തെ സമയത്ത് അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. കാരണം ബിറ്റ്കോയിൻ കഴിഞ്ഞു, എത്തീരിയം കഴിഞ്ഞു, പിന്നെ സൊലാന എന്നുള്ള സാധനത്തിലേക്ക് ആൾക്കാർ അപ്രൂവൽ മീൻസ് ഇ ടി എഫ്സ് വരുന്നു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ബട്ട് ഇത് അപ്രൂവ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം. സോ ഇഫ് ഇത് അപ്രൂവ് ആയില്ല, എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ സൊലാനയുടെ പ്രൈസിൽ ചെറിയ രീതിയിലൊരു വേരിയേഷൻ വലിയ രീതിയിലൊരു വേരിയേഷൻ നമുക്ക് കാണാം. അല്ലാത്ത പക്ഷം സൊലാന ഇനി നല്ല രീതിയിലൊരു റാലി തരാനുണ്ട്. മാത്രമല്ല ഇതിന് പിന്നെ കുറേ FTXന്റെ കുറേ ഡ്രാമാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. സോ അതുകൊണ്ടൊക്കെ എഫക്റ്റ് ആവുമോ ഇല്ലയോ എന്നറിയില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ന്യൂസും കൂടി ഇതിലേക്ക് ഷെയർ ചെയ്യണമെന്നുകൊണ്ട് ഈ ഒരു മൂന്ന് ടോക്കണാണ് ഇപ്പം ETF വേണ്ടി അപ്രൂവ് ചെയ്തേക്കണം, 3 ടോക്കൺസ്. അതാണ് ഈ ഒരു ന്യൂസിൽ അപ്ഡേറ്റ് ചെയ്തത്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിരുന്നു. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചെയ്തത്. ഹോപ്പ്ഫുള്ളി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.